കഴിഞ്ഞ ദിവസം ഞാൻ നല്ല അടിപൊളി ഒരു വാക്പോര് കാണാനിടയായേ. അത് എവിടെ വെച്ചാണ് നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പൊതുവേദിയിൽ വെച്ചാണ് ആ വാക്പോര് ഞാൻ കണ്ടത്. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 പേരുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരാണ് പാർവതി തിരുവോത്തും ഭാഗ്യലക്ഷ്മി. ഇവര് തമ്മിലാണ് അവിടെ വാക്പോര് നടത്തിയത്. ഭാഗ്യലക്ഷ്മി അവിടെ വന്ന് കാണികളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പരിപാടി കാണാൻ വേണ്ടി വന്നയാളാണ്. പക്ഷെ പാർവതി തിരുവോത്ത് അവിടെ വേദിയിൽ സന്നിഹിതയായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ ശരിക്കുമുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും സിനിമയും എന്ന് പറഞ്ഞാണ് വിഷയം. പക്ഷേ നമ്മുടെ പാർവതി തിരുവോത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ സ്ത്രീകൾ സിനിമയിൽ നേരിട്ട് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടൊപ്പം തന്നെ അവരെ WCCയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ WCC എന്ന് പറയുന്നത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു നല്ല സ്പേസ് നൽകുന്നുണ്ട്. എന്തും തുറന്നു പറയാനുള്ള ഒരു അവസരം അവിടെയുണ്ട്. ആർക്ക് വേണ്ടി എപ്പം വേണ്ടി അവിടെ വരാവുന്നതാണ്. വിമർശനങ്ങൾ വന്ന് തുറന്നു പറയാൻ പറ്റുന്ന വേദിയാണെന്നെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഭാഗ്യലക്ഷ്മിക്ക് ഒട്ടും ദഹിച്ചില്ല. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് അത് കയറി നല്ലോണം കലി കയറി. അപ്പോൾ അവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എണ്ണീറ്റിട്ട് അതിന് മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ എണ്ണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് ഇതാണ്: ഈ ഓർഗനൈസേഷൻ കുറച്ചും കൂടി അവസരങ്ങൾ ഇനിയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. എന്താണ്, അവിടെ വന്ന കാര്യങ്ങൾ ഇരുന്ന് പറയാനും അത് നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ ഒരവസരം കൊടുത്താൽ നല്ലതാണ്. ഭാഗ്യലക്ഷ്മിയുടെ ഒരുപാട് പേര് വന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. മാഡം, ഞങ്ങൾ എങ്ങനെയാണ് WCC ചേരേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞങ്ങൾക്കിപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കും ആർക്കും ഇതിനകത്ത് ഒരു പരാതിയും പരിപ്പും ഒന്നുമില്ല. അവരോട് വന്ന് ചോദിക്കുന്നതെല്ലാം മറ്റ് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ് അവരൊക്കെയാണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം, നിങ്ങൾ അവരെയും കൂടിയൊക്കെ ഉൾപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് പേര് WCC വന്ന് ചേരും എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പാർവതി തിരുവോത്തിന് ഇതിലൊക്കെ കേട്ട ശേഷം പാർവതി തിരുവോത്ത് പറയുകയാണെ, നല്ലൊരു മറുപടി കൊടുത്തു. ചേച്ചി, നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയാമല്ലോ, എങ്കിൽ പിന്നെ നിങ്ങൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാത്തത്, നിങ്ങൾക്ക് ഈ WCCയിൽ ജോയിൻ ചെയ്ത് കൂടെ? ഇതൊക്കെ ചോദിച്ച് നല്ല തുറന്നടിച്ചങ്ങ് സംസാരിച്ചേ. അപ്പോഴേക്കും നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഇത്രയും നാൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രോഷം അവർ പുറത്തോട്ടെടുത്ത് തുറന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇച്ചിരി ആശ്വാസമായി. അവരെന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അവർ പറഞ്ഞത്, ഈ WCC തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവരെ അതിനകത്ത് ഉൾപ്പെടുത്തണ്ട എന്ന് പലരും പറഞ്ഞെന്ന് പറഞ്ഞു. അത് അതിനകത്തുള്ള ആൾ തന്നെ പറഞ്ഞ് ഇവർ അറിയുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവരുടെ കൂടി എല്ലാം ഒത്തുകൂടി എല്ലാം മീറ്റിങ്ങും ഒക്കെ നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെ പിന്നെ വേണ്ട എന്ന് വെച്ച് ഒരു തീരുമാനം വന്നു. അതായത് ഇവരെ മുഖ്യമന്ത്രിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പോയ സമയത്ത് ഇവരോട് ചർച്ച ചെയ്തിട്ടാണ്, ഭാഗ്യലക്ഷ്മിയൊക്കെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തിട്ടാണ് അവരോട്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കൊണ്ടുപോയി ഒന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഈ WCCക്കകത്തുള്ള വേറെ ആരോ പറഞ്ഞെന്നേ ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അത് ഇവരെ അതിനകത്തുള്ളൊരു മെമ്പർ വഴി ഭാഗ്യലക്ഷ്മി ഇത് അറിഞ്ഞു. ഈ ഭാഗ്യലക്ഷ്മി നോക്കുമ്പോൾ TVക്കകത്ത് എല്ലാവരും ഇരിപ്പുണ്ട്. എടാ, ചർച്ചയുടെ കൂടെ ഈ ഭാഗ്യലക്ഷ്മിക്കും പോകാനിരുന്നതല്ലേ. അപ്പോൾ ഭാഗ്യലക്ഷ്മി നോക്കുമ്പോൾ എല്ലാവരും TVക്കകത്തിരിക്കുന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി പിന്നെ ഇതിനെ കോൺടാക്ട് ചെയ്തിട്ട് ഭാഗ്യലക്ഷ്മി ഇങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ അതിനകത്തുള്ള ആളിങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യലക്ഷ്മി തീരുമാനിച്ചെന്താ, എന്നെ ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തിനാ പോകുന്നത്, അത് ശരിയല്ലേ, നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ പോകണ്ട, അതങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ പാർവതിക്ക് കാര്യം മനസ്സിലായത്. ഇതുകൊണ്ടാണ് WCC എപ്പോഴും നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ വിമർശിക്കുന്നെന്ന് പിടികിട്ടി. നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ പോകാതിരിക്കുന്ന ബുദ്ധി. അപ്പം അങ്ങനെ WCC ഓരോ കാര്യങ്ങൾ കാണിച്ചു എന്ന് നമ്മുടെ ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചങ്ങ് പറഞ്ഞു. അപ്പം മനസ്സിലായല്ലോ, WCC നല്ലതാണോ, ഏതാണ് നല്ലത്, അവിടെയൊക്കെ ഭയങ്കര പക്ഷാപാതമുണ്ട്, ഇതെല്ലാം ഇപ്പം പിടികിട്ടിയല്ലോ. അത് കാരണം നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഇന്നലെ നന്നായിട്ട് സമാധാനവും കിട്ടി. അവർ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു.